ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പോകുന്നത് ഒമാനിലെ സൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇത് നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നല്ല, ഹസ്ബൻഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് പോവേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ പോവുകയാണ്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 2.25 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് സൂറിലേക്ക്. എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാനും കൂടെ പോയി. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. 5:45 ആകുമ്പോഴായിരിക്കും അവിടേക്ക് എത്തുന്നുണ്ടാവുക. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇഫ്താറൊക്കെ പുറത്തുനിന്നായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, പീരീഡ്സ് ടൈമിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, റമദാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഓരോ മുസ്ലിം വിശ്വാസികളും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നുണ്ടാവുക. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യുക, അള്ളാഹുവുമായിട്ട് എങ്ങനെയാണ് കൂടുതലായിട്ട് അടുക്കുക എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരുവിധം ആളുകളൊക്കെ പീരീഡ്സ് ആയിട്ടുണ്ടാവുക. റമദാനിൻ്റെ തുടക്കം മുതലേ നല്ല രീതിയിൽ ഇബാദത്തുകളൊക്കെ ചെയ്തു വന്നിട്ട് ഈ അവസാനത്തെ 10 പീരീഡ്സ് ആകുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിനെ അങ്ങനെ ഒരു ശാപമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് അള്ളാഹു നമുക്ക് സ്ത്രീകൾക്ക് തന്നിട്ടുള്ളൊരു പ്രത്യേക കാര്യമാണ്. പീരീഡ്സ് ടൈമിൽ നമ്മൾ സഹിക്കുന്ന ഓരോ വേദനക്കും, അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും ചെറിയൊരു ദിക്ർ ചൊല്ലിയാൽ പോലും അതിന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒരുപാട് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പീരീഡ്സ് ആയല്ലോ എന്നാലോചിച്ചിട്ട് ആരും അതിനൊരു ശാപമായിട്ട് കാണാൻ പാടില്ല. ഇനി പീരീഡ്സ് ടൈമിൽ നമുക്ക് അള്ളാഹു എന്തൊക്കെ കാര്യങ്ങളാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് നിസ്കാരമാണ്. നിസ്കാരത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുസ്ലിമിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളൊരു ബാധ്യതയാണ് നിസ്കാരം. അതിൽ ഈ പീരീഡ്സിൻ്റെ സമയത്ത് അള്ളാഹു സ്ത്രീകൾക്കൊരു ഇളവ് തന്നിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് ആ ഒരു സമയത്തുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ മാനിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ നിസ്കാരം ആ സമയത്ത് നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തത് നോമ്പാണ്. പീരീഡ്സ് ആയവർ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നോമ്പ് നമ്മൾ പീരീഡ്സ് ടൈമിൽ നോക്കണ്ട എന്നുണ്ടെങ്കിലും നമ്മൾക്ക് എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് അടുത്ത റമദാൻ മാസം ആവുന്നതിൻ്റെ മുമ്പ് നമ്മളത് നിർബന്ധമായിട്ടും ഖളാ വീട്ടണം. പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നിസ്കാരം നമ്മൾ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എങ്കിലും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ, അതുകൊണ്ടാണ്. മൂന്നാമത്തത് കഅബ തവാഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നാലാമത്തത് നമ്മൾ മസ്ജിദിൻ്റെ ഉള്ളിൽ കയറാനോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനോ പാടില്ല. അഞ്ചാമത്തത് ഖുർആൻ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഖുർആൻ തൊടാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ഖുർആൻ ഓതാൻ പാടുണ്ടോ എന്നുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ തൊടാനും അതുപോലെ തന്നെ ഓതാനും പാടില്ല എന്നുള്ളതാണ്. ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ അല്പം പോലും ഒരു ഹർഫാണെങ്കിലും ഓതാൻ പാടില്ല, അത് ഹറാമാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾക്ക് ഖുർആൻ സ്പർശിക്കാതെ ഓതാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് മൊബൈൽ ഫോണോ മറ്റോ യൂസ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഖുർആൻ തന്നെ കയ്യിൽ വല്ല ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് ഓതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ കേട്ടിട്ടുള്ളൊരു കാര്യം, പീരീഡ്സ് ടൈമിൽ നമുക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് അശുദ്ധിയായിട്ടുള്ളൊരു സമയമാണല്ലോ. ഖുർആനിനെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിലെ ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകൾ പോലും വളരെ പരിശുദ്ധമായതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് അത് ഓതാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെ ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഖുർആൻ നമുക്ക് ഈ സമയത്ത് ഓതാൻ പറ്റും എന്ന്. അപ്പോൾ ഇങ്ങനെ 2 അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു പേടിയാണ് നമ്മളെ മനസ്സിൽ. ഇനിയിപ്പോൾ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ശിക്ഷ കിട്ടുമോ എന്നാലോചിച്ചിട്ട്.
പീരീഡ്സ് ടൈമിൽ നോമ്പും നിസ്കാരമൊക്കെ നമുക്ക് നിഷിദ്ധമാക്കിയത് കൊണ്ട് തന്നെ ഖുർആൻ ഓതിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കവിടെ ശിക്ഷ ലഭിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് വെറുതെ ശിക്ഷ വാങ്ങിക്കൂട്ടണ്ടല്ലോ എന്നൊരു പേടിയുള്ളത് കൊണ്ട് ഞാൻ പീരീഡ്സ് ടൈമിൽ ഖുർആൻ ഓതലില്ല. ഞാനങ്ങനെ ഓതുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളും അങ്ങനെ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടും ഏതാണ് ശരി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ പീരീഡ്സ് ടൈമിൽ ഖുർആൻ ഓതലില്ല. പക്ഷേ നമ്മൾ മൊബൈലിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതൊക്കെ കേൾക്കാറുണ്ട്. നമ്മൾ ഖുർആൻ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ അതിനൊരുപാട് കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പീരീഡ്സ് ഇപ്പോൾ നമുക്ക് കൂടിപ്പോയാലൊരു 7 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാം. അതേപോലെ വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് ചൊല്ലാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പീരീഡ്സിൻ്റെ ഈ ഒരു 7 ദിവസം നമ്മൾ ഈമാൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഈ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് ഉസ്താദുമാരുടെ വീഡിയോസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ ശരി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പീരീഡ്സ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പീരീഡ്സ് ടൈമിൽ നമുക്ക് ഖുർആൻ അല്ലാത്ത മുഴുവൻ അദ്കാറുകളും, അതായത് തസ്ബീഹുകൾ, തഹ്മീദുകൾ, സ്വലാത്തുകൾ, ഹദ്ദാദ്, മൗലീദുകൾ അങ്ങനെയുള്ളതൊക്കെ അശുദ്ധി സമയത്തും സ്ത്രീകൾക്ക് ഓതാൻ പറ്റും എന്നാണ് ഉസ്താദുമാരൊക്കെ പറയുന്നത്. ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കുന്ന റമളാനിലെ അവസാനത്തെ 10 പീരീഡ്സ് ആയിരിക്കുന്ന ആളുകളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റും. നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ ഒറ്റപ്പെട്ട രാവുകളിലും ഓതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി പീരീഡ്സ് ആയവർക്ക് അതിൽ നിന്ന് ചൊല്ലാൻ പറ്റിയത് ഖുർആൻ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ചൊല്ലാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദുആ കൂടുതലായിട്ട് ചൊല്ലുക. അതേപോലെ തന്നെ 70 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചിട്ടും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും പീരീഡ്സ് ആയവർക്ക് ചൊല്ലാൻ പറ്റും. അതേപോലെ ഏറ്റവും പുണ്യമുള്ളൊരു തസ്ബീഹുണ്ട്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തസ്ബീഹ്. ഒരുപാട് മഹത്വങ്ങളുള്ളൊരു ദിക്റാണിത്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഇത് ധാരാളമായിട്ട് ചൊല്ലാം. പിന്നെ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം എന്ന് നമ്മളെക്കൊണ്ട് എത്രത്തോളം ചൊല്ലാൻ പറ്റുന്നോ അത്രത്തോളം ചൊല്ലുക. നമ്മളിതുവരെ അറിഞ്ഞും അറിയാണ്ടും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. പിന്നെ പീരീഡ്സ് ആയവർക്ക് അസ്മാ ഉൽ ഹുസ്ന ചൊല്ലാൻ പറ്റും. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ അത് ചൊല്ലി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ദുആ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ദിക്റുണ്ടല്ലോ, അതും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചൊല്ലുക. പിന്നെ സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. നമുക്കറിയാവുന്ന നാരിയത്ത് സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്, ഇബ്രാഹിമിയ സ്വലാത്ത്, അങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ ധാരാളം ചൊല്ലുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പീരീഡ്സ് ആയവർക്കും മറ്റുള്ളവർ ചെയ്യുന്ന അതേ ഇബാദത്തിൻ്റെ പ്രതിഫലം അല്ലാഹു തആല നൽകും. പീരീഡ്സ് ആയതുകൊണ്ട് നോമ്പും നിസ്കാരം ഖുർആൻ ഓതാനും ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോണിൽ കളിച്ചിരുന്നിട്ടും ഉറങ്ങിയിട്ടും ഒന്നും നമ്മളെ സമയം വെറുതെ കളയരുത്. അത്രക്കും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി ഉള്ള ദിവസങ്ങൾ. ഭാഗ്യവാന്മാർക്ക് മാത്രമേ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ ക്ഷീണവും മടിയും ഒക്കെ ആയിട്ട് ഒന്നും ചെയ്യാതെ, അതായത് ഇബാദത്തുകളൊന്നും ചെയ്യാതെ അവർ വേഗം ഉറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ സ്വീകരിക്കാനും അതിൻ്റെ പുണ്യം മുഴുവൻ
നേടിയെടുക്കാനും പാപമോചനം ലഭിക്കാനും നരകം നമുക്ക് ഹറാമാവാനും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗം ലഭിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. ഇനിയൊരു റമദാൻ സ്വീകരിക്കാൻ നമ്മളുണ്ടാവുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു റമദാനിൽ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ 2.25 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇവിടെ സൂറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 6:20 ഇവിടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നോമ്പ് തുറക്കാമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ കയറിയപ്പോൾ അവിടെയുള്ളൊരു ഉസ്താദ് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ തന്നു. അൽഹംദുലില്ലാ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഖുർആനിലൊരു ആയത്താണ് ഓർമ്മ വന്നത്. സൂറത്തുൽ ബഖറയിൽ 152-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങളെയും ഓർക്കും എന്ന്. ശരിക്കും നമ്മളിപ്പോൾ അത്രയും തിരക്കിലായിരുന്നിട്ട് പോലും അസർ നിസ്കരിച്ചിട്ടില്ലാത്തത് കൊണ്ട് നിസ്കരിക്കാൻ കയറിയപ്പോഴാണല്ലോ നമുക്കിത് കിട്ടിയത്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഓർത്തപ്പോൾ തിരിച്ച് അള്ളാഹു നമ്മളെയും പരിഗണിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഈ ഒരു ഇഫ്താർ കിറ്റിൽ അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു. ഈത്തപ്പഴം, വെള്ളം, ലബൻ, പിന്നെ പാൻ കേക്ക്, അറബിക് റൈസ്, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കെ കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ബീച്ചിൽ വന്നിരുന്നിട്ട് നോമ്പ് തുറന്നതും എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതും എനിക്ക് നല്ല സന്തോഷമായി. എന്നെക്കാളും ഏറെ സന്തോഷം എൻ്റെ മോൻക്കായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നിസ്കരിക്കാൻ നോക്കുക. നിസ്കാരം കള ആക്കാതിരിക്കുക. അള്ളാഹുവിനെ നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അള്ളാഹു നമ്മളെയും ഓർക്കും. അള്ളാഹു നമ്മളെ പരിഗണിക്കും. ആദ്യമൊന്നും ഞാനിങ്ങനെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിസ്കരിക്കാതെ വീട്ടിൽ വന്നിട്ട് കളാ വീട്ടുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി നമുക്ക് പുറത്ത് പോയാലും നിസ്കരിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്, പള്ളികളിലും മറ്റും ഒക്കെ. എന്നിട്ട് പോലും നമ്മൾ നിസ്കരിക്കാതെ നിസ്സാര കാരണത്തിന് വേണ്ടിയിട്ട് നിസ്കാരം കളാ ആക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് എത്രത്തോളം ശിക്ഷയായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ അതോർത്തപ്പോൾ എനിക്ക് നല്ല പേടിയായി. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ഇതുപോലെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ വീട്ടിലെത്താൻ വൈകും എന്നാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് നിസ്കരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് നിസ്കാരമാണോ അത് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത നിസ്കാരം കളാ ആവുന്നതിൻ്റെ മുമ്പേ വീട്ടിലേക്ക് തിരിച്ചെത്തും. അങ്ങനെയാണ് ചെയ്യാറ്. അതുമാത്രമല്ല, നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയാലും കറക്റ്റ് ടൈമിൽ നിസ്കരിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാൻ കാരണം ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ അല്ല, ഒരു റിയൽ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. അത് കേട്ടതിൻ്റെ ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്തൊക്കെ പോയാൽ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചില്ലെങ്കിൽ മനസ്സിലൊരു ബുദ്ധിമുട്ടും ഒരു പേടിയും ഒക്കെ വരാൻ തുടങ്ങിയത്. അത് ശരിക്കും എൻ്റെ ലൈഫിൽ നല്ലൊരു മാറ്റം തന്നെയാണ് വരുത്തിയത്. അതുകൊണ്ട് ഈ പുറത്തൊക്കെ പോയാൽ അവിടുന്ന് നിസ്കരിക്കാനുള്ള എൻ്റെ ഒരു മടി അങ്ങനെ മാറിക്കിട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മളിതാ ഇവിടെ വന്ന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് ബർക്കയിലേക്ക് തന്നെ പോവാണ്. എന്നോട് നമ്മളെ വീഡിയോസിൻ്റെ അടിയിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ചോദിക്കും ഒമാനിൽ എവിടെയാണെന്ന്. ഞങ്ങൾ ബർക്കയിലാണ് താമസിക്കുന്നത്. പിന്നെ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ബീഫ്, ബോട്ടി, അച്ചാർ അങ്ങനെയുള്ളതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻക്ക് കിൻഡർ ജോയ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്. എന്നാലും നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവൻക്കുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതാണത്. എന്തായാലും അവൻക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവൻക്ക് മാത്രമല്ല ഞങ്ങൾക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുമെങ്കിലും നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തയക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടുന്നും നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കുമ്പോൾ അതിനും ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക.
അപ്പോൾ ഇൻഷാ അല്ലാ ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.